ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥ യേശുക്രിസ്തുവിനെ പറ്റി ആലപിച്ചതായ ഒരു കവിത. പിന്നീട് നമുക്ക് അറിയാൻ സാധിച്ചു അതൊരു മറ്റൊരാള് അവരുടേതായ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതായ ഒരു കവിതാ രചന. അതവര് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. പ്രത്യേകമായ ഒരു രാമായണമൊക്കെ പാരായണം ചെയ്യുന്നതായ ഒരു ശൈലിയിൽ യേശുക്രിസ്തുവിനെ പറ്റി ഉള്ളതായ ചില കാര്യങ്ങൾ, യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നുവെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അവർ പങ്കുവെക്കുവാനിടയാക്കും. വേദപുസ്തകത്തെയും അതുപോലെ ക്രൈസ്തവ വിശ്വാസത്തെയൊക്കെ വിമർശിക്കാനും അതിനെപ്പറ്റിയുള്ളതായ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനൊക്കെ ഉള്ളതായ അവകാശവും അവസരവും ഒക്കെ ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മതവിശ്വാസത്തെ പറ്റിയൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ തനിക്ക് ലഭിച്ചതായ അറിവ് അത് വ്യക്തമാണെന്നും അത് അതിനെപ്പറ്റിയൊക്കെ ഉള്ളതായ പൂർണ്ണമായ ഒരു ബോധ്യം ഇല്ലാതെ വണ്ണം, ക്രോസ് ചെക്കിങ് നടത്താതെ വണ്ണം, ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞതായ കാര്യങ്ങൾ അതിനെല്ലാം അതേപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടേതായ നിലകളിൽ പങ്കുവെക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമായിട്ടാണ് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് മുഴുവനും തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. ബഹുമാന്യ മേഡം ആലപിച്ചതായ കവിതയുടെ അവസാനം പറയുന്ന ഒരു ഭാഗം, പണികൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ ഉള്ളത് കൊണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോരേണ്ടതായിട്ട് വന്നു എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് കേൾക്കാൻ സാധിക്കും. ക്രൈസ്തവ സമൂഹത്തിന് വളരെയധികം മുറിവേൽപ്പിക്കുന്ന ഈ വാക്കുകളെ അങ്ങ് ആലപിക്കുമ്പോൾ യേശുക്രിസ്തു എന്ത് പണികളാണ് ചെയ്ത് പൂർത്തീകരിക്കാനുള്ളതെന്നൊന്ന് പറഞ്ഞു തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. യേശുക്രിസ്തു എന്താണ് ചെയ്ത് പൂർത്തീകരിക്കാനുള്ളത്? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. മേഡം ബൈബിള് വായിക്കണം. അവിടെ യേശുക്രിസ്തു ജനിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, മാനവകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, ക്രൂശിൽ തന്റെ മരണത്താൽ മാനവകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു, യേശുദേവൻ ഈ മനുഷ്യനായി ഈ ഊഴിമുഖത്തേക്ക് കടന്നു വന്നതെന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ഉത്തരവാദിത്തം, യേശുക്രിസ്തുവിന്റെ ഉദ്യമം അത് മനുഷ്യപാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീരുക എന്നുള്ളതാണ്. അത് കർത്താവ് പൂർത്തീകരിച്ചു. യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ആളുകളൊക്കെ അവര് കറുത്തവരാണെന്ന് നോക്കിക്കൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നുമല്ല. ഇത് യേശുവിന്റെ അടുക്കൽ കടന്നു വന്നവർ കറുത്തവരായാലും വെളുത്തവരായാലും പൈസ ഉള്ളവനായാലും പാവപ്പെട്ടവനായാലും എല്ലാവരെയും ഒരേപോലെ സഹോദര വർഗങ്ങളായി കണക്കാക്കുന്ന ഒരു കർത്താവിനെയാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ യേശുക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും, മനുഷ്യനായി ജനിച്ച സകലമാന ആളുകളുടെയും പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. ആ കർത്താവ് തൻ്റെ പ്രാണൻ വിടുന്നതിന് മുമ്പ് പറയുന്നതായ ഒരു ഭാഗം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞ് അവൻ ഉറക്കെ നിലവിളിച്ചു തൻ്റെ പ്രാണനെ വിട്ടു. യേശുക്രിസ്തു തൻ്റെ കാൽവറി ക്രൂശിൽ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടുന്ന സകല രക്ഷാകർമ്മ പ്രവർത്തികളും താൻ ചെയ്ത് പൂർത്തീകരിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നു. പിന്നെ എന്ത് പണികളാണ് ചെയ്ത് തീർക്കുവാൻ വേണ്ടിയിട്ടുള്ളത്? യേശുക്രിസ്തു ഇനി ചെയ്ത് പൂർത്തീകരിക്കുവാനുള്ള എന്ത് പണികളാണ് ബാക്കിയുള്ളതെന്ന് ബഹുമാനീയ മേഡം ക്രൈസ്തവ സമൂഹത്തോട് പറയണം എന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുക.